എന്തുകൊണ്ട് സഖാവായി എന്ന് പലരും ചോദിക്കൂലേ? അതുപോലെ തന്നെയാണ് ഇന്ന് കേരള ജനതയിലെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിലെ ആളുകൾ സഖാക്കളായി മാറുന്നു എന്നുള്ളതിന്റെ അട്ടല് വളയാതെ ഏതൊരു കാര്യത്തിനും ഏറ്റെടുക്കാൻ പറ്റുന്നതിന്റെ അവസാന ഉത്തരാണ് ഇന്നലെ നമ്മൾ കണ്ടത്. രാജ്ഭവനിൽ നടന്ന, അതും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിന് കാവിക്കൊടിക്ക് തൊയണമെന്ന് പറയുമ്പോൾ ഈ ഒരു ശാരീരികാവസ്ഥയിലും നട്ടലിനോട് അവിടെ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന മന്ത്രി ശിവൻകുട്ടിക്കെതിരെ ഇന്നലെ ആഞ്ഞടിക്കുന്ന RSSകാരനെ വെല്ലുവിളിച്ചുകൊണ്ട് DYFI എന്നുള്ള ആമ്പിള്ളേരിലോടത്തോളം കാലം നിങ്ങളൊന്നും ഒന്നും ചെയ്യില്ല. നമ്മുടെ രാജ്യം നാം ഇന്ന് കാണുന്ന പല സ്ഥലങ്ങൾ ഉൾപ്പെടെ കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവനും കുടുംബവും എല്ലാം ത്യജിച്ച എല്ലാ സ്ത്രീകളും ഭാരതാംബയാണ്. അവർക്ക് മതമോ ജാതിയോ നിറമോ വർണ്ണമോ ഒരു വ്യത്യാസവുമില്ല. അപ്പോ അങ്ങനെയുള്ള ഭാരതാംബ എന്ന കൺസെപ്റ്റിനെ കാവ്യവൽക്കരിക്കപ്പെടുക, അതിലെ ഒരു സംഘടിത ശ്രമങ്ങൾ കൊണ്ടുവരിക എന്നതിന് നഖശികാന്തം എതിർക്കാൻ എന്നും ഇടതുപക്ഷവും ഈ ശിവൻകുട്ടിയെ പോലുള്ള ശക്തനായ നേതാക്കളും നമുക്കിടയിൽ അന്നും ഇന്നും എന്നും ഉണ്ടാവും. ഇന്ത്യൻ പതാക കാവ്യവൽക്കരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് കേരളമാണ്. അതങ്ങ് നോർത്തില് വല്ല UP-യിലോ ഗുജറാത്തിലൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചേക്കാം. പിന്നെ ആകെ കേരള ജനതയ്ക്ക് പറ്റിയൊരു തെറ്റ് അത് തൃശ്ശൂരാണ്. അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം തിരുത്തുക തന്നെ ചെയ്യും. ഇന്ത്യൻ പതാക തിരുത്തണമെങ്കിൽ അതിനർഹരായിട്ടുള്ള വ്യക്തികൾ ഇന്ത്യക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ആ ധീര രക്തസാക്ഷികൾക്ക് മാത്രമാണ്. അല്ലാതെ ഷൂ നക്കിയവനും മാപ്പെഴുതി കൊടുത്തവന്റെ പിൻതലമുറക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഇന്ത്യൻ പതാക. അതിൽ കൈവയ്ക്കാതെ നിങ്ങൾ ആരും ശ്രമിക്കേണ്ട. ഇന്ത്യയിലെ ഓരോ മതേതര മനുഷ്യന്റെ അവസാന ജീവൻ പോയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പാകാം, പക്ഷേ അത് മുളക്കില്ല. കാരണം ഇത് കേരളമാണ്.